സുദിനം ആശംസിക്കുന്നു. RCM-ൽ ഇങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഗ്രേറ്റ് ലീഡർമാരായ പാലക്കാടിന്റെ അഭിമാനമായ നമ്മളെ JP സാറ്, ടെക്നിക്കൽ ലീഡേഴ്സ്, അതേപോലെ വൈറ്റൽ പിൻ അച്ചീവേഴ്സ്, അതേപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ വന്ന് പുതിയതായ ഈ ഒരു അവസരം കേൾക്കാൻ വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമുക്കിന്ന് ഈ ഒരു അവസരം ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമ്മുടെ യൂത്ത് ഐക്കൺ കളവറ അമൽ സാർ അവിടെ നെറ്റിന്റെ പ്രശ്നം ഇവിടെ അല്ല സാറിനാണ്. അനിൽ സാർ വണ്ടി പോയിരിക്കേണ്ടി വരും. അനിൽ സാർ അതേ തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ മുഹമ്മദ് വല്ലപ്പുഴ മുഹമ്മദ് സാറിന്റെ മകനായ മുബഷീർ വല്ലപ്പുഴ, അതായത് ഇന്ന് അദ്ദേഹം ഗൾഫിൽ അറബിയുടെ കീഴിൽ ഷെഫായി വർക്ക് ചെയ്ത് പറഞ്ഞ മുബഷീർ സാർ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നമ്മളെ RCM-ന്റെ പ്രസ്ഥാനം ഏറ്റെടുത്ത് വല്ലപ്പുഴയിൽ ഇന്നൊരു വണ്ടർ വേൾഡ് കിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ അധികം, അതായത് ഏതൊരു ഓഫർ കമ്പനി ഏതൊരു ഓഫർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഓഫറിനെ നിഷ്പ്രയാസം നമുക്ക് ഏതൊരു ഓഫർ തന്നോ, അതായത് റീചാർജിന്റെ ഓഫർ ആയിക്കോട്ടെ, അദ്ദേഹം ഈ പാലക്കാടിലെ ഈ ന്യൂട്രിചാർജ് വുമന്റെ 100 പീസ് അടിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ല എന്താ വാക്കുകളില്ല. അമലെ കണ്ടിന്യൂ. തുടക്കം തന്നെ ഒരു റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ അനിൽ സാർ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് മാറിയിരിക്കും, നല്ല ക്ലിയർ ആവും. അദ്ദേഹം നമ്മളെ ഏതൊരു ഓഫറും കമ്പനിയുടെ ഏതൊരു പ്രയാസം ചെയ്യുന്ന ഒരേ ഒരു RCM-ന്റെ പാലക്കാടിലെ യൂത്ത് ഐക്കൺ ടീമിന്റെ, അതായത് യൂത്ത് ഐക്കൺ മുബഷീർ സാറും അമൽ സാറുമാണ്. അതേപോലെ എല്ലാ ഓഫറുകളും കീസോളിന്റെ ഏതൊരു ഓഫറായാലും അദ്ദേഹം വളരെയധികം നിഷ്പ്രയാസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു റണ്ണർ പിൻ അച്ചീവറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് പൂച്ചെണ്ടും മാലയും ഒരു ഡിജിറ്റലായി അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മുഹമ്മദ് ബഷീർ സാർ. ഓക്കെ, JRCM ക്ലിയർ ആണല്ലോ അമൽ? അമൽ സാർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്റെ ഇവിടെ നെറ്റിന്റെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ. ഓക്കെ, JRCM. എൻ്റെ പേര് മുബഷീർ, ചളവറയാണ് വീട്. ഒരു 4 വർഷത്തോളമായിട്ട് RCM-ലുണ്ട്. RCM-ൽ എത്താനുള്ള ഒരു കാരണം ഞാൻ കൂടുതൽ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ നമുക്ക് അതിന് ടൈം പോകും. കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താണ് അതിൽ ചെയ്യാനുള്ളത് എന്ന് മാത്രം പറയണമെന്നുള്ളൂ. RCM-ൽ 2020-ലാണ് RCM-ലേക്ക് കടന്നു വരുന്നത്. അതിന് മുന്നേ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫാദർ RCM ചെയ്തുകൊണ്ട് സ്റ്റാർ പിൻ അച്ചീവറാണ്. RCM-നെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് RCM-ന്റെ ഷോപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ ഇരുന്നുകൊണ്ട് പഠിച്ചതാണ്. കാരണം ഓരോ ആളുകൾ വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ റിസൾട്ട് അവർ പറയുമ്പോഴാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഇറങ്ങിയത്. കാരണം ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റും നമ്മൾ പുറത്ത് മാർക്കറ്റിൽ പോയാൽ
അവരതിനെ കുറിച്ച് പറഞ്ഞു തരേ കാര്യങ്ങളൊക്കെ അങ്ങനൊന്നും ചെയ്യില്ല. കാരണം അവർക്ക് അതിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. നമ്മൾ പോയ ലിസ്റ്റ് കൊടുക്കുക, സാധനം മേടിക്കുക, പോരാ. പക്ഷെ RCMന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് RCM ഗൾഫ് നിർത്തിയിട്ട് ഞാൻ RCM ചെയ്യാനുള്ളൊരു കാരണം. കാരണം 2020 ഷോപ്പ് തുടങ്ങി, നവംബറിൽ തുടങ്ങി, മാർച്ചിൽ ഞാൻ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് അടക്കം ഉണ്ടായിരുന്നു പോവാൻ. പക്ഷെ അത് പോകുന്നില്ല എന്നാ 3 മാസത്തെ ഷോപ്പിൽ നമ്മൾ ഇരുന്നതിന് ശേഷമാണ് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത്. കാരണം നമുക്ക് അതിലൊരു വിശ്വാസം വന്ന്, കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വിജയിക്കാം എന്നുള്ളത്. അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്, കാരണം ഈ നമ്മളെ ചുറ്റുവട്ടത്ത് കിട്ടാത്ത പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ദൂരത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്തു. കാരണം ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. RCMൽ വന്ന ഒരു വർഷത്തിൽ തന്നെ നമ്മൾ കമ്പനി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ ആ ഒരു വർഷത്തിൽ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ലീഡേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് അവിടെ എങ്ങനെ ഉണ്ട്, മറ്റേ ഉണ്ട്, മറ്റേ എത്ര ഏക്കറിലാണ്, പ്രൊഡക്ഷനൊക്കെ കമ്പനി തന്നെയാണ് എന്നിങ്ങനെ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ആ ഒരു വർഷം കൊണ്ട് നമ്മളത് പോയി ഫസ്റ്റത്തെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടിയതിൽ നമ്മൾ പോയി നമ്മൾ കണ്ട് ഓക്കെ അതിന് ശേഷമാണ് RCM ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ആദ്യമൊക്കെ ചെറിയ 100 PV 200 PV ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഇതെന്താ എന്താന്നുള്ളത് അറിയില്ല. പക്ഷെ അതിന്റെ സാധ്യത മനസ്സിലാക്കി ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം അവിടെ പോയിട്ട് നമ്മളെ, കാരണം ഏത് ടാർഗറ്റും അനിൽ സാറ് പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യാൻ സിമ്പിളാണ്. കാരണം നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു പണിയില്ല. കാരണം ഞാൻ ഇപ്പോൾ 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2 വർഷം 3 വർഷം ആയിട്ടുള്ളൂ ശരിക്ക്. കാരണം ആദ്യം നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് സാധാ ഡ്രസ്സ് ഇട്ടാ പോവുക. എൻ്റെ ഒരു മെൻ്റർ, ഒരു മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഹേമന്ത് സാറാണ്. ശരിക്കും ഹേമന്ത് സാറിൻ്റെ ആ ഒരു ശൈലിയാണ് എനിക്ക് പ്രാവർത്തികമാക്കാൻ തോന്നുന്നത്. കാരണം സംസാര ശൈലിയാണെങ്കിലും അതിൽ ഒരു പ്രത്യേക രസമാണ്, കേട്ടിരിക്കാൻ നമുക്ക് തോന്നും, നീച്ചു പോകില്ല. ഏത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അവിടെ ഇരിക്കും. ഹേമന്ത് സാറിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ ഫസ്റ്റ് കുളപ്പള്ളിയിൽ അറ്റൻഡ് ചെയ്തത്. അന്ന് തീരുമാനം എടുത്തതാണ്. അതിനുശേഷം ഇതുവരെ നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ നമ്മൾ RCM തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ RCM ആണ്. അപ്പൊ ഒരു ഇതുണ്ടോ? ഇപ്പൊ ഈ 2-3 മാസത്തിനിടക്ക് ഒരു 20-30 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പർച്ചേസിങ് നമ്മളവിടെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. കാരണം ഒരു മാസത്തെ ജോയിനിങ് ഈ മാസം ജോയിൻ ചെയ്താൽ അടുത്ത മാസം അത് ചിലപ്പോൾ അവർ കമ്മിയാവും. കാരണം 2000 രൂപ പർച്ചേസ് ചെയ്ത് 1000 PV വരും. പക്ഷെ അടുത്ത മാസം 2000 രൂപ പർച്ചേസ് ചെയ്യണമെന്നില്ല, 1000 രൂപ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പൊ അത് 1000 ഉള്ളത് 500 PV ആയിട്ട് കുറയും. അപ്പൊ ഈ മാസം എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടാം. അപ്പൊ നമുക്ക് ആ PV മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ചെയ്യും. അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് കയറാനും പറ്റും. ഇപ്പൊ നമ്മളെ അഭിഷേക് ചാബ്രയുടെ പ്രോഗ്രാം കേട്ടതിന് ശേഷമാണ് ആ ജോയിനിങ്ങിന്റെ ഒരു പവർ നമുക്ക് മനസ്സിലായത്. അതിന്റെ മുന്നേ ഉണ്ട്, ജോയിനിങ് ഉണ്ട്. കാരണം നമ്മളിതിൽ വിജയിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് RCMൽ ഇറങ്ങിയത്. അത് നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കും. കാരണം നമ്മളെ ഫാമിലിയിലും നമ്മളത് കാണിച്ചു കൊടുക്കും. കാരണം ഗൾഫ് നിർത്തിയിട്ട്, പ്രവാസ ജീവിതം നിർത്തിയിട്ട് ചെയ്തതാണ്. 30,000 രൂപ അവിടുന്ന് കിട്ടിയ ഇൻകം നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് 0 തുടങ്ങിയതാ. ഇന്ന് കുഴപ്പമില്ല, നമ്മൾ ടീം ഡെവലപ്പായി വരുന്നുണ്ട്. കാരണം നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, സ്കില്ല് അത് തന്നെയാണ്. കാരണം ഇപ്പോൾ സാർ നേരത്തെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാ നമ്മളെ മേലുള്ള ലീഡേഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അടിക്കടി ഓരോ മാസത്തിലും അവരാ ഡെവലപ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. അത് ഏത് ടീമായിക്കോട്ടെ. പക്ഷെ അത് അവരെ ഫോക്കസ് ചെയ്തിട്ട് അവരെന്താണോ ചെയ്യണത് അവരെ പ്രോഗ്രാമുകൾ കേൾക്കുക, അതിലൂടെ നമ്മളും വിജയിക്കുക. കാരണം ഞങ്ങൾ 2-3 പ്രോഗ്രാം ഞങ്ങൾ പുറത്ത് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മളെ ഈ പാലക്കാട് ജില്ലയിൽ കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ അത് നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹി പോവുക, ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ പോവുക. നമ്മളെ ചുറ്റുവട്ടത്തിന്റെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പ്രോഗ്രാം തന്നെയാണ് ഇതിന്റെ ഏറ്റവും മെയിൻ. കാരണം അതിന് ചിലപ്പോൾ നഷ്ടം 100 രൂപ 250 300 കൊടുത്തിട്ട് നമ്മളിപ്പോ മാസത്തിൽ 2-3 പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം അതിൽ ഫസ്റ്റ് ഞങ്ങളൊരു തൃശ്ശൂർ പ്രോഗ്രാമിന് ഞങ്ങൾ പങ്കെടുത്ത്. കാരണം അതർ ടീമിന്റെ അവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെച്ച പ്രോഗ്രാമായിരുന്നു. പക്ഷെ അവരെ ഞങ്ങൾ ക്ഷണിച്ചു, ഞങ്ങൾ പോയി. പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടിയും ഒരു എനർജി വന്നു ചെയ്യാൻ. കാരണം എന്തിന് RCM ചെയ്യണം എന്നുള്ളത് ശരിക്കും അവിടുന്ന് മനസ്സിലായത്. കാരണം ഒരുപാട് നമുക്ക് എന്താ പറയുക അത്രയും ഡീപ്പായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. ഞാനും അമൽ സാറും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് ഇനി ചെയ്യാൻ ഉള്ളത് അടുത്ത ജനറേഷൻ തന്നെയാണ്. കാരണം പഴയ ആളുകൾ പറഞ്ഞത് കേൾക്കൽ കുറെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്.
കാരണം കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്തി അവരെ മക്കള് ഇത് പറഞ്ഞു തുടങ്ങിയാൽ ഉറപ്പായിട്ടും വിജയിക്കും. പിന്നെ ഇതില് അടുത്തൊരു കാര്യം എന്നുള്ളത് ചോദിക്കുക. കാരണം ആസ്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ചോദിക്കാൻ മടിക്കരുത്. അച്ഛനോടാണെങ്കിലും നമ്മുടെ ഡൗൺലൈനോടാണെങ്കിലും നമ്മൾ പഠിക്കരുത്. കാരണം എല്ലാവർക്കും അറിവ് പക്ഷെ അറിവുള്ള ആളുകൾ, നമ്മളെയൊക്കെ അറിവുള്ള ആളുകൾ കുറെ ആളുകളുണ്ട്, ഡൗൺലൈനിൽ വന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. പിന്നെ നമ്മളെ മുകളിലുള്ള ആളുകളുണ്ട്, അവര് പറയുന്നതും നമ്മൾ ആവശ്യമുള്ളത് എടുത്ത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് വഴി അറിയാതെ വട്ടം തിരിയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവിടെ കുറെ ആളുകളുണ്ടാവും, അവരോട് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാൻ മടിച്ചിട്ടാണ്. ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവർ പറഞ്ഞിരിക്കും തന്നെ ഇന്നത സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോവാം. പക്ഷെ നമ്മൾ ചോദിക്കാതെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കുറേ ടൈം എടുത്തിട്ട് നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പൊ എപ്പോഴും ചോദിക്കല് മസ്റ്റാണ്. അത് ബിസിനസ്സിൽ എന്നല്ല, ഏത് കാര്യത്തിലും നമുക്ക് നല്ലതാണ്. പിന്നെ RCM എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ ജനറേഷനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പീഡായിട്ടാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലക്ഷ്യം തന്നെയാണ് നമുക്ക് പ്രധാനം. 2020 ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. 2022 ബിൽവാര പോകുന്നത്. ബിൽവാര പോയി വന്നതിന് ശേഷമാണ് ആ ലക്ഷ്യം ഫിക്സ് ചെയ്തത്. കാരണം നമുക്ക് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ വർഷത്തിലും നമുക്കത് ഗ്രോത്ത് കൊണ്ടുവരണം. 6 മാസം കൂടുമ്പോഴേ നമ്മൾ പിന്നെ ചേഞ്ച് ആവണം. ഇതൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെ ടീമിനാണെങ്കിലും നമ്മളെ മൊത്തത്തിൽ നമ്മൾ ബിസിനസ് ഷോപ്പാണെങ്കിലും. കാരണം 1.5 ലക്ഷം 2 ലക്ഷം ബിസിനസ് ഉള്ളത് ഇപ്പൊ 3, 3.5, 4, 4.5 വരെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ 4.5-ലാണ് ക്ലോസ് ചെയ്തത്. കാരണം അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജോയിനിങ് കൂടുന്തോറും നമുക്ക് ബിസിനസ് സെയിൽസ് കൂടും. കാരണം എൻ്റെ അധികം ജോയിനിങ്ങും നമ്മളെ വല്ലപ്പുഴ ഈ ഏരിയയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് എൻ്റെ ജോയിനിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത്. കാരണം പുറത്തുള്ള ആളുകൾ കുറവാണ്, വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. ഒരു 5-6 ആളുകളേ ഉള്ളൂ പുറത്ത്, തൃശ്ശൂരും കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ളത്. എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഡെയിലി ഇവിടെ വരും, അവരെ മോട്ടിവേഷൻ ചെയ്യും. അവര് പ്രൊഡക്റ്റ് കുറച്ചേ പഠിക്കണം വെച്ചാൽ അത് പറഞ്ഞ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റും പഠിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പൊ ഈ 2-3 മാസത്തെ PV ജനറേഷൻ. ഇന്ന് 12-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് 1 ലക്ഷം കവർ ചെയ്തത്. ഇന്ന് 12-ാം തീയതി ആയപ്പോൾ 1 ലക്ഷം എൻ്റെ കവർ ചെയ്ത് പോയി. കാരണം അതിലൊന്ന് ജോയിനിങ് ആണ്, പിന്നെ നമ്മളെ ടാർഗറ്റാണ്. ഗാമ 100 പീസ് ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഏത് ടാർഗറ്റും നമുക്ക് ചെയ്യാം. വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് പോവാം. കാരണം അതിന് ചെറിയ പൈസ ഉള്ളൂ. ആകെ 4000-5000 കൊടുത്താൽ നമുക്ക് കമ്പനി വിസിറ്റ് ചെയ്ത് പോരാം. പക്ഷെ അവിടെ പോകുമ്പോൾ അച്ചീവായിട്ട് പോകണം. അത് സുജിത് സാറ് പറഞ്ഞതാണ്. കാരണം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്ത് കാണിച്ച് നമ്മുടെ ടീമിന് കാണിച്ചു കൊടുക്കണം. നമ്മളെ മൊത്തത്തിൽ കേരളത്തിനടക്കം അതൊരു മാതൃകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട് ചെയ്യാൻ. ഇപ്പൊ ഞാനിപ്പോ നിലവിൽ ഗാമ റൈസിനോട് 50 കടന്നു. ഇനി ബാക്കി കൂടി ടൈം ഉണ്ടല്ലോ, 30-ാം തീയതി വരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കും. കാരണം അത് ഞാൻ ഫാമിലി ആയിട്ട് അതിന് പോവുള്ളൂ. പഞ്ചാബ് പോവുകയാണെങ്കിലും രാജസ്ഥാനിൽ പോവുകയാണെങ്കിലും വിത്ത് ഫാമിലിയോട് കൂടിയിട്ടേ പോവുള്ളൂ. കാരണം ഞാൻ 2-3 പ്രാവശ്യം പോയതാണ്. അപ്പൊ ഇനി ഫാമിലിനെയും അതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ട് അവരെ കാണിച്ചു കൊടുക്കണം. കാരണം ആ വീട്ടിൽ നിന്നും ആരും പറയൽ തുടങ്ങിക്കണു എവിടേക്ക് പോവുകയാണെങ്കിലും ഒറ്റക്കാ പോകുന്നുള്ളത്. അപ്പൊ അതും ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അടുത്ത പോക്ക് എന്തായാലും ഫാമിലിയോട് കൂടിയിട്ട് 150 ഗാമ സെൽഫിൽ പർച്ചേസ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. കാരണം അത് നമുക്ക് കൊടുക്കാൻ സിമ്പിളാണ്. ഞാൻ ഗാമ സത്യം പറഞ്ഞാൽ 2-3 മാസം നമ്മൾ കഴിച്ചിട്ടുള്ളൂ. കാരണം എല്ലാം പാടെ കഴിക്കേണ്ട വെച്ചിട്ട് ന്യൂട്രി ചാർജ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ പ്രൊഡക്റ്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്ന് മസ്റ്റാണ് പഠിക്കുക. പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് സെയിൽ ചെയ്യുക. ഈ 3 നമ്മൾ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ഏത് ടാർഗറ്റും ചെയ്യാം. അങ്ങനെ ന്യൂട്രി ചാർജ് വുമൺ ചെയ്തത് പാലക്കാട് ജില്ലയിൽ 100 ചെയ്തത് ഞാനും വേറെ രമേശ് സാറും 2 ആളുള്ളൂ തോന്നുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ. കാരണം അത് അവിടെ സുരേഷ് സാറിനെ അറിയാം, മനീഷ മേഡത്തിനെ അറിയാം. കാരണം അത് നമ്മൾ അറിയപ്പെടുന്നതാണ്. കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ അറിയപ്പെടും. കാരണം 250-300 ചെയ്ത ആളുകൾ കുറവാണ്. 1-2 ആളേ ഉള്ളൂ 250-ഉം 500 ചെയ്ത സൈരന്തരി മേഡം മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് നമ്മൾ 100 ചെയ്തതിലും നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ അവരെ നമ്മളെ കണ്ടിട്ടുണ്ട്, എവിടുന്ന് കണ്ടാലും പരിചയം. കാരണം ഇതിലൊക്കെ നമുക്കൊരു ഒരു ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു രസമാണ് ജീവിച്ചു പോകാൻ. RCM എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം കിട്ടും.
അതിലൊരുപാട് നമുക്ക് എന്താ പറയുക ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മാസത്തിൽ തന്നെ നമ്മളത് ഈ മാസത്തിലെ ലക്ഷ്യം ഉണ്ട്, ആ ലക്ഷ്യം നമ്മൾ കവർ ചെയ്യും. അത് ഞങ്ങൾ ഈ മാസം ഫസ്റ്റിൽ തന്നെ ടാർഗറ്റ് വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. ഹലോ മുബഷീർ സാർ കേൾക്കുന്നുണ്ടോ? സാറേ സ്റ്റക്കായോ? സാറേ ഓക്കെ, നോ പ്രോബ്ലം. സാറിന്റെ സ്റ്റക്കായോ? റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട്. ഓരോ സമയം എന്താ ചെയ്യാ, വളർന്നുകൊണ്ടേയിരിക്കുന്ന മേഖലകളാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആർസിഎം ബിസിനസ്സും ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റേഞ്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുഴപ്പമില്ല, കാരണം നമ്മളെല്ലാവരും പഠിക്കാനും വളരാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സാറ് വരുന്നവരെ ഞാൻ തൽക്കാലം സംസാരിക്കാം. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഈ കുറച്ചു നേരം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട്, അദ്ദേഹം ഇടുന്ന അദ്ദേഹത്തിന്റെ ചിന്താഗതി മനസ്സിലായോ? കാരണം എല്ലാം അദ്ദേഹം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണ്ടേയിരിക്കുക. അതായത് എടുക്കുന്ന രീതിയാണ് അദ്ദേഹത്തെ ആ ഒരു എല്ലാ ഓഫർ ആണെങ്കിലും അതേപോലെ തന്നെ അതേപോലെ തന്നെ അച്ചീവ്മെന്റ് ആണെങ്കിലും ടാർഗറ്റ്, പേഴ്സണൽ ഗോള് ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ലീഡറും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ, കാരണം അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, ഈവൻ 100 വുമൺ, അതും ഒരു ന്യൂട്രിചാർജ് വുമൺ, സ്ത്രീകൾക്ക് കഴിക്കാനുള്ള ന്യൂട്രിചാർജ് വുമൺ, ഒരു പുരുഷനായ അദ്ദേഹം 3 മാസം കൊണ്ട് 100 എണ്ണം അദ്ദേഹത്തിന്റെ സെൽഫ് ഐഡിയയിൽ ചെയ്തുകൊണ്ട് സെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഓഫർ, അതായത് രാജഗിരി പോയിട്ട് അദ്ദേഹം ഇത് വാങ്ങിയതാണ്, മൊമെന്റോ വാങ്ങിയത് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അച്ചീവ്മെന്റിൽ. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ ചെയ്തതിൽ അദ്ദേഹം ഒന്നാണ്, അതും നമ്മുടെ പാലക്കാട്. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധിച്ചുവെങ്കിൽ, അദ്ദേഹം ദുബായിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അവിടുത്തെ ജോലിയും ആർസിഎമ്മും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു അവസരം മനസ്സിലാക്കി, അദ്ദേഹം എല്ലാം ഒരു ചലഞ്ചസ് രീതിയിൽ ഈ ഓഫർ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു റണ്ണർ എന്ന് പറഞ്ഞ അച്ചീവ്മെന്റിലും ഇനി തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു രീതി എല്ലാം ചലഞ്ചാണ്. വരുന്ന പിന്നുകൾ, അടുത്തത് വിന്നർ ആവട്ടെ, സ്റ്റാർ ആവട്ടെ, റോയൽറ്റി ആവട്ടെ, ടെക്നിക്കൽ ആവട്ടെ, എല്ലാം ഒരു ചലഞ്ച് രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് പോകുന്ന ഒരു ലീഡറാണ്. അപ്പൊ എല്ലാവരും, അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. ഓക്കെ, JRCM. ഓക്കെ സാർ, അതിന് നെറ്റ് കട്ടായതാ. സാർ ക്ലിയർ ആണോ? സാർ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ നമ്മള് ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്മളെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട് നമ്മളെ തളർത്താൻ. കാരണം വളർത്താൻ ഒരാളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ആ ഒരാള് പറഞ്ഞ് അതിലൂടെ നമ്മൾ വിജയിക്കാൻ നമ്മൾ തയ്യാറാവണം. അവർ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ വിജയിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവരെ ഒപ്പം നിന്ന് വർക്ക് ചെയ്ത് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. എവിടെയാണെങ്കിലും, എത്ര ലോങ് ആണെങ്കിലും. ഇപ്പൊ നാളെ മാറഞ്ചേരി പ്രോഗ്രാമാണ്, ഞങ്ങൾ പോകുന്നുണ്ട്. കാരണം എത്ര ദൂരമില്ലെന്ന് അറിയാം, ആരോട് പറഞ്ഞാലും പറയാം എത്ര ദൂരത്തൊക്കെ ഞാൻ ഇല്ലാന്നാണ്. പക്ഷെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള പ്രോഗ്രാമിന് അവർ വരൂല. കാരണം അവരിപ്പോ ഇത്ര ദൂരമായിട്ടല്ല, അടുത്തിപ്പോ വല്ലപ്പോഴും വെച്ചാലും ചിലപ്പോൾ അവർ വരില്ല. കാരണം അതൊക്കെ ന്യായങ്ങളെ പറഞ്ഞിട്ട് ഒഴിവാകുന്ന സിസ്റ്റമാണ്. അതൊന്ന് മാറി നമ്മൾ എവിടെയാണ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താലേ നമ്മുടെ ടീം ഡെവലപ്പ് ആവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഓട്ടോമാറ്റിക് വളർന്നു വരില്ല. കാരണം നമ്മളെ സ്കില്ല് ഉണ്ടാക്കണം, അത് നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനാണ് ഞങ്ങൾ യൂത്ത് ഐക്കണിന്റെ ഗ്രൂപ്പ് അടക്കം ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് പഠിച്ചു വളരാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് പാലക്കാട് ജില്ലയിൽ വേറെ ആരും തുടങ്ങിയിട്ടില്ല, അത് ഞങ്ങളാണ് തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് എന്നും പറയാം. കാരണം അങ്ങനെ നെക്സ്റ്റ് ജനറേഷൻ ഇതിന് മുന്നേ വന്നിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള അതർ ജില്ലകളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ രാജഗിരി പ്രോഗ്രാമിനൊക്കെ അത്രയും യൂത്ത് വരാൻ കാരണം അങ്ങനത്തെ പ്രോഗ്രാമുകളാണ്, അവരെ യൂത്തിന് കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ്. കാരണം അവിടെ പ്രൊമോട്ട് ചെയ്യാൻ അവരാളുകളുണ്ട്. നമ്മുടെ ജില്ലയിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും അമൽ സാറ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞങ്ങളെ എന്താണോ പറയുന്നത് അത് അവർ കേൾക്കും. അവര് ഈ മാസം തന്നെ ഞങ്ങൾ അവരിൽ
അച്ചീവ് ആക്കും. കാരണം അത് ടാർഗറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ മാസത്തിൽ എല്ലാവരും പിന്നെ ചേഞ്ച് ആവണം എന്നുള്ളത്. കാരണം അതിനുള്ള വർക്ക് അവർ ചെയ്യും. കാരണം ഞങ്ങൾ ആകെ 5-6 ആളുള്ളൂ ഉള്ളൂ അതിൽ. ആ 6 ആള് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് 6 ആള് 6 ഏരിയയിലാണെങ്കിലും ലെഗ് വേറെയാണെങ്കിലും എല്ലാവരുടെ ടീമിലും ഗ്രോത്ത് ഉണ്ടാവും. കാരണം അത് കുറേശ്ശെ ആണെങ്കിലും ഇപ്പൊ ബിഗിനർ ആണല്ലോ ഇതിന്റെ ഫൗണ്ടർ. അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. മേലെ ഇരിക്കുന്ന ആളുകൾ ഇവരെ മോട്ടിവേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പോഴും ജോയിനിങ് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്, നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ ജോയിനിങ് എപ്പോഴും മസ്റ്റാണ്. അത് അഭിഷേക് ജാബർ പറഞ്ഞ മാതിരി ഞാനത് മുന്നേ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് കാരണം ഞങ്ങൾ അതിന്റെ മുന്നത്തെ മാസങ്ങളിലൊക്കെ ജോയിനിങ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ജോയിനിങ് മസ്റ്റാണ്. കാരണം അതിൽ കസ്റ്റമർ എപ്പോഴും നിലനിൽക്കും. സെൽഫ് അടിച്ചിട്ട് നമ്മൾ തോനാക്കിയിട്ടൊന്നും കാര്യമില്ല, അത് നമുക്ക് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കസ്റ്റമർ എന്നും പർച്ചേസ് ചെയ്യുമ്പോൾ അവരിലൂടെ ഒരു 10 ആൾക്കാരെ കിട്ടിയാൽ അത് നമുക്ക് ഗുണം ചെയ്യും. ആ 10 ആൾക്കാരുടെ ഒരു 10 ആൾക്കാരും കൂടി കിട്ടിയാൽ അങ്ങനെ അത് സ്പ്രെഡായി. ഇപ്പം ഇത് വല്ലപ്പോഴും തന്നെ ഒരുപാട് ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഇന്ന് വൈകുന്നേരത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം അവർ 2 വർഷം മുന്നേ RCM സാധനം മേടിച്ചിരുന്ന ആളാണ്. അവര് ഇന്ന് അതിന് ശേഷം ഗൾഫിൽ പോയി, അപ്പൊ ഇന്നാ വന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ ഇഞ്ചി കൊണ്ടുപോയി കൊടുക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം, ലിസ്റ്റ് അയച്ചെന്നാൽ മതി. ഇത്രേ ഉള്ളൂ. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ മേടിക്കും, നമ്മൾ എത്തിച്ചു കൊടുക്കും. നമ്മൾ പോണ സ്ഥലത്ത് തന്നെയാണ്, വീട്ടിലേക്ക് പോണ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. കാരണം ലേഡീസാണ്, അവർ ഷോപ്പിലേക്ക് വരില്ല, കാരണം അവരടുത്തുനിന്ന് മേടിക്കുക ചെയ്യാന്നാ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യും. സെയിൽസ് എവിടെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അതർ ടീമിനെ ഒരുപാട് ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ സർവീസ് ചാർജ് മേടിച്ചിട്ടൊന്നുമല്ല ഇതുവരെ ചെയ്തത്. പക്ഷെ നമ്മളൊരു ബിസിനസ് ആണല്ലോ. കാരണം അവരും പർച്ചേസ് ചെയ്താൽ നമുക്കും കിട്ടും അതിന്റെ 2%. കാരണം ഓപ്പണർ എൻ്റെ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു രീതി എല്ലാവർക്കും അത് നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽ പ്രൊമോട്ട് ചെയ്യണം. അതിലൂടെ നമ്മളെ ഷോപ്പിന്റെ സെയിൽ കൂടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. അപ്പൊ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക മെയിനായിട്ട്. പിന്നെ നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. സെയിൽസ് മസ്റ്റാണ്. കാരണം സെയിൽസ് ഇല്ലാതെ ഒരു ടാർഗറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഷോപ്പിൽ ഇപ്പോഴും വുമൺ തീർന്നു നിൽക്കുക. കാരണം അന്ന് 100 വുമൺ ഞാൻ അടിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം അവിടെ സ്റ്റോക്ക് ഇരിക്കും. പക്ഷെ വുമണ് ഒക്കെ സെയിൽ ചെയ്തത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. എല്ലാവരും നമ്മൾ അച്ചീവ് ആവാൻ വേണ്ടിയിട്ട് അടിച്ച് വെക്കണ ആ ഒരു പരിപാടി എനിക്കില്ല. കാരണം അത് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ തികയാതെ വരുമ്പോഴൊക്കെ നമ്മൾ 5-6 അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ 20,000-30,000 മുടക്കിയിട്ട് ആ ചെയ്യണ സിസ്റ്റം നമ്മൾ സപ്പോർട്ട് ചെയ്യണില്ല. കാരണം ന്യൂട്രിചാർജ് വുമൺ ഇപ്പോഴും നിലവിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുക, ഞാൻ നാളെ വരുള്ളൂ. കാരണം അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ വൈഫ് കഴിക്കുന്നുണ്ട്, ഉമ്മ കഴിക്കുന്നുണ്ട്, പെങ്ങന്മാർ കഴിക്കുന്നുണ്ട്. അവരുപയോഗിച്ചിട്ട് അവരുടെ റിസൾട്ട് അവർ പറയുമ്പോൾ, കാരണം ആദ്യമൊക്കെ ഒരു ബോട്ടിൽ കൊണ്ടുവരുന്നത് 2 മാസം 3 മാസം പോയിരുന്നു. ഇപ്പോൾ അവരത് കഴിയുമ്പോൾ ചോദിച്ച് ഉമ്മ ഇടക്കിടക്ക് പറയും, ഇപ്പൊ എന്താ കൊടുന്നേരാത്ത കേൾക്കും ഉമ്മണ്. കാരണം നമ്മൾ കൊണ്ടുപോയി കൊടുത്താലേ ആദ്യം ഉപയോഗിച്ചെന്നുള്ളൂ, ഇപ്പൊ ചോദിക്കൽ തുടങ്ങി. കാരണം അത് അതിന്റെ റിസൾട്ടാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. RCMന്റെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിച്ച്, കാരണം എനിക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ നമ്മളൊരു അസുഖക്കാരനായിരുന്നു. എന്നെ കൊണ്ട് ജനിച്ച മുതലേ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന സിസ്റ്റം ആയിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളും മരുന്നും ഒക്കെ കയറ്റിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഗൾഫിൽ പോയപ്പോൾ ഒന്നുകൂടിയും, കാരണം അവിടുത്തെ ഡെയിലി ചിക്കനും മീനും ഇതൊക്കെ തിന്നിട്ട് ഒന്നുകൂടി മാറ്റം വന്നിരുന്നു. പക്ഷെ നാട്ടിൽ വന്നാൽ ഇപ്പൊ നമ്മൾ RCM പഠിച്ചതിന് ശേഷം അങ്ങനത്തെ നോൺ ഐറ്റംസ് നമുക്ക് കുറെ പിന്നാക്കാണ്. അത് സുരേഷ് സാർ നമ്മളൊന്ന് വാക്ക് കൊടുത്തല്ലേ, പുറത്ത് അങ്ങനെ കഴിക്കില്ല കൂടുതൽ എന്നുള്ളത്, പാലുൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പാല് പഞ്ചസാര അങ്ങനത്തെ ഒക്കെ നമ്മൾ പരമാവധി കമ്മിയാക്കാൻ നമുക്ക് ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളെ വീട്ടിൽ ആദ്യം മുതലേ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ എൻ്റെ കുട്ടിയടക്കം ചായ വെക്കുമ്പോൾ പഞ്ചസാര ഇടണ്ട അമ്മച്ചിയെന്ന് പറയും. കാരണം അത് ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളെ കുട്ടിയും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളിതിൽ ഫോളോ ചെയ്ത് ഏത് രീതിയിൽ ബിസിനസ് ആണെങ്കിലും ജീവിതമാണെങ്കിലും നമ്മൾ നല്ലത് ഏതാണോ അത് നമ്മൾ ഫോളോ ചെയ്യുക. അതുമാതിരി നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ചോദിക്കാനും പഠിക്കാനും നമ്മൾ മറക്കരുത്. ചോദിച്ച് പഠിക്കുക. ഇപ്പൊ മജീദ് സാറിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാവലുണ്ട്, അതിൽ നമുക്ക് ശരിക്കും എഴുതി പഠിച്ചിരുന്നു. അത് പിന്നെ നമ്മൾ പിറ്റത്തെ ആഴ്ച നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ അത് വിട്ടു, പിന്നെ ആദ്യം മുതൽ നമ്മൾ തുടങ്ങണം. അത് കണ്ടിന്യൂസ് നമ്മൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ വരുമാനം എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അതിലാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. മജീദ് സാറിന്റെ സിമ്പിളായിട്ട് മജീദ് സാറിന്റെ ക്ലാസ് നമുക്ക് മനസ്സിലാവും, പ്ലാനും കാര്യങ്ങളും പറയുമ്പോൾ. എൻ്റെ വീട്ടിൽ വന്നിട്ട് 5 ആൾക്കും, ഞങ്ങൾക്ക് 2 ആൾക്കും 3 ആൾക്കും മജീദ് സാർ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ കൊറോണ സമയത്ത്. അന്ന് ഞാൻ RCMൽ വന്നിട്ടുള്ളൂ.
കാരണം അന്ന് നമുക്കിത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ചുരുക്കം പറഞ്ഞത്. കാരണം കമ്പനി കണ്ടതിന് ശേഷമാണ് നമ്മളിതിൽ കൂടുതൽ ബിസിനസ് ചെയ്യണത്. ഇപ്പോൾ നമ്മളെ ലക്ഷ്യം വെച്ചിട്ട് നമ്മളൊരു യാത്രയിലാണ്. എന്തായാലും അത് ഈ മാസം തന്നെ നിറവേറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ബി ഇന്ത്യൻ, ബൈ ഇന്ത്യൻ, JRCM, ഫുഡ് RCM, മെറാ ചാർജ്, ന്യൂട്രി ചാർജ്. താങ്ക് യു മുബഷിർ സാർ, താങ്ക് യു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു. ആ ടാർഗറ്റ് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ എല്ലാവരും അതുപോലെ ഫോളോ ചെയ്യുക. പ്രോഗ്രാമാണ് നമുക്ക് ഏറ്റവും നമ്മളെ സ്കില്ല് വളർത്താനും നമ്മളെ മോട്ടിവേഷൻ ചെയ്യാനും ഏറ്റവും നല്ല ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ എന്തായാലും വളരെയധികം മുബഷിർ സാർ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്ന് ഈ അനുഭവത്തെ കുറിച്ച് നമുക്ക് ഇതിന്റെ അഭിപ്രായം പറയാൻ നമുക്ക് നമ്മുടെ പാലക്കാടിന്റെ JP സാർ ഉണ്ടോ? അവൈലബിൾ ആണോ JP സാർ? പാലക്കാടിന്റെ പടനായകൻ എമറാൾഡ് JP സാർ, പ്ലീസ് വെൽക്കം. JP സാർ ഇല്ല തോന്നുന്നു അല്ലെ? JP സാർ അവൈലബിൾ ഇല്ല. ശശീന്ദ്രൻ, നമ്മുടെ ടെക്നിക്കൽ അച്ചൂർ ശശി സാർ ഉണ്ട്. ഓക്കെ, JP സാർ കുറച്ച് ബിസി ആയിരിക്കും തോന്നുന്നു. എന്തായാലും നമ്മളെ ലക്കിടിയുടെ ഗ്രേറ്റ് ലീഡറായ ടെക്നിക്കൽ അച്ചീവർ ശശീന്ദ്രൻ സാറെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു അനിൽ. മുബഷീറിന്റെ പെർഫോമൻസ് നന്നായി. കാരണം യൂത്ത് ജനറേഷൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള പദ്ധതിയിലൂടെ എനിക്ക് സത്യത്തില് എന്റെ പവർ സൈഡില് കുറച്ച് പ്രായമായ ആൾക്കാരായിരുന്നു. മുഹമ്മദ് അലി സാറ്, കൃഷ്ണപ്രകാശ് സാറ്, അബ്ദുൽ കരീം, വളാഞ്ചേരി പ്രകാശൻ, മുഹമ്മദ് ക, ഇങ്ങനെ കുറെ വയസ്സന്മാരുടെ ഒരു നീണ്ട നിരയാണ് അവിടെ. അതിനൊരു വ്യത്യാസം വന്നത് ഈ മുബഷിർ സാറുടെ വരവോടുകൂടിയാണ്. പിന്നെ അദ്ദേഹം വന്നപ്പോ അബ്ദുൽ ഖാദർ വന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കുറച്ച് യൂത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കുറച്ച് യൂത്ത് പോലീസുകാര്, ഏറ്റവും കൂടുതൽ പോലീസുകാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ മുഹമ്മദ് സാറുടെ മകൻ മുബഷിർ സാറ്. ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇപ്പൊ നമ്മുടെ ടീമിലുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ സമദ്, ഇവര് എല്ലാ പ്രോഗ്രാമിനും പോകും. നമ്മളെ ലീഡേഴ്സ് പോകുന്നില്ലെങ്കിലും ഡൽഹി ആയാലും ബോംബെ ആയാലും പഞ്ചാബിലായാലും ടീമുമായിട്ട് ആള് പ്രോഗ്രാമിൽ പോകും. അതാണ് വിജയം. നാളെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നാളത്തെ മാറഞ്ചേരി പ്രോഗ്രാമിന് പോകുന്ന ആളും മുബഷിർ സാറിനെയാണ്. അവരുടെ ടീമിൽ 3-4 പേര് പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമുകളാണ് നമ്മുടെ വിജയം എന്ന് നമ്മൾ പറയും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ പോയി കേട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക, അതാണ് അദ്ദേഹത്തിന്റെ പണി. തനതായ രീതിയിൽ കുറച്ച് RCMന്റെ കാര്യങ്ങൾ തനതായ രീതിയിൽ പറഞ്ഞു. എവിടുന്നും കോപ്പി അടിക്കാതെ സ്വന്തം മനസ്സിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ മാസം കുറച്ച് പ്ലാനിങ് ഒക്കെ, കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ ടീമിൽ ഒരു കരുത്തനായ ചെറുപ്പക്കാരന്റെ ഒരു അച്ചീവ്മെന്റ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ, സ്വാതന്ത്ര്യം കിട്ടിയ മാസത്തിൽ നമുക്ക് കാണാൻ പറ്റും. സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്ലാനിങ്ങോടുകൂടി ടീമിലുള്ള കുറച്ച് ആളുകളെ വിജയിപ്പിച്ച് സ്റ്റാർ അല്ലെങ്കിൽ റോയൽറ്റി പിന്നെ പിടിക്കുന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യം വെക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ അത് നാളെ നടക്കുന്ന ഉറപ്പാണ്. ഇന്ന് തന്നെ നടക്കും. കാരണം ലക്ഷ്യമുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നാളെ ഈ മാസം തന്നെ ലക്ഷ്യത്തിലെത്തുന്നതാണ് അദ്ദേഹം എഴുതി കാണിക്കുന്നത്. അത്തട്ടെ, നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീമിൽ പുതിയ റോയൽറ്റികളും പിറക്കും. അപ്പോൾ നമുക്ക് അതും അഭിമാനിക്കാം. എന്തായാലും ഈ മാസം നല്ല ഓഗസ്റ്റ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മാസം തന്നെ നമുക്ക് ഈ ചെറിയ പിന്നുകളിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത് നന്നായിരിക്കും. വലിയൊരു അതായത് നമ്മുടെ രാധാകൃഷ്ണൻ സാർ പറയുന്ന പോലെ ഓതറൈസ്ഡ് പിന്നിലേക്ക് പോകുന്നത് ഒരു വലിയ അഭിമാനം തന്നെയാണ്. നല്ല പ്രോഗ്രാം.
ഇതുപോലെ ചെറുപ്പക്കാരുകൾ എല്ലാവരും മുന്നോട്ട് കടന്നു വരണം. ഇന്ന് പൊതുവെ ഒരു റേഞ്ച് ഇഷ്യൂ ഉണ്ട് എല്ലാ സ്ഥലത്തും. ആ റേഞ്ച് ഇഷ്യൂ നമ്മൾ നോക്കരുത്, നമുക്ക് പറ്റുന്നത്ര ചെയ്യുക. ബാക്കി പ്രളയവും മഴയും വെയിലും കാറ്റും മഞ്ഞും ഇതൊക്കെ തന്നെയാണ് പ്രകൃതി. അതൊക്കെ കഴിഞ്ഞിട്ട് ആർസ്യം ചെയ്യാന്ന് പറഞ്ഞു നിൽക്കുന്നത് മണ്ടത്തരമാണ്. എല്ലാറ്റിന്റെയും കൂടെ ഒപ്പം നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. ഒരു പ്രശ്നമുണ്ടോ അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോ ബിഗ് സല്യൂട്ട് നൽകുന്നു മുഹമ്മദ് സാറുടെ ഫാമിലിക്ക്. ടോട്ടൽ അദ്ദേഹം പറയുന്നു, ഞാൻ മാത്രമല്ല, ഞാൻ ഫാമിലി ആയിട്ടാണ് ദൂരിൽ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10 പേര് തീരുമാനമെടുത്താൽ നമ്മളുടെ പലരുടെയും പിന്നുകൾ വലിയ വലിയ പിന്നുകളിലേക്ക് മാറാൻ ഈ മാസം തന്നെ സാധ്യതയുണ്ട്. എല്ലാവരും ഗാമ 100 പീസ് അടിച്ച് ദൂരിൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അടിക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. മുബഷീറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഓക്കെ, JRCM, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഗ്രേറ്റ് ഇൻഫർമേഷൻ. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സാർ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മളെ ജയപ്രകാശൻ സാർ ഉണ്ടോ? നമ്മളെ കുളപ്പുള്ളി സാർ കൃഷ്ണപ്രകാശ് അവൈലബിൾ അല്ല. ഒരു അപ്ലൈൻ ലീഡറിനെ വിളിക്കൂ. കൃഷ്ണപ്രകാശ് സാർ ഉണ്ടാവും, അല്ലെങ്കിൽ സാർ മുഹമ്മദ് സാർ ഉണ്ട്. ഓക്കെ. കൃഷ്ണപ്രകാശൻ സാർ ഉണ്ടോ? അവൈലബിൾ ആണോ?